നമ്മളിൽ പല മനുഷ്യർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ നഷ്ടപ്പെട്ടു എന്ന് പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നമ്മൾ തിരിച്ചറിയാത്ത ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പല സമയത്തും പല മനുഷ്യരും അവനവനോട് തന്നെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് നമസ്കരിക്കാൻ മടി തോന്നുന്നത്? എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ടും അത് തടസ്സപ്പെട്ടു പോകുന്നത്? പള്ളിയിൽ നേരത്തെ വന്നിരുന്നിട്ട് പോലും തൊട്ടരികിലുണ്ടായിരുന്നൊരു ഷെൽഫിലേക്ക് നമ്മുടെ കൈകൾ നീണ്ടുപോകാനോ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾക്കോ നമ്മൾക്ക് എന്തുകൊണ്ടാണ് മനസ്സ് അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനാ നേരങ്ങളിൽ ആത്മാർത്ഥമായി കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും നമ്മുടെ മനസ്സ് നമ്മൾ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ് സുബഹിക്ക് എഴുന്നേൽക്കാൻ നമ്മൾക്ക് സാധ്യമാകാത്തത്? മുമ്പ് വളരെ കണ്ണീരോടുകൂടി ഖുശൂഅോടുകൂടി നമസ്കരിച്ചിരുന്ന നമ്മൾ ഇന്നൊരു 5 മിനിറ്റ് പോലും നമസ്കാരത്തിൽ ഖുശൂഅ് ലഭിക്കാത്ത മനുഷ്യരായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പല മനുഷ്യരും വിചാരിക്കുന്നത് സമയം കിട്ടാത്തത് കൊണ്ടാണ് നമസ്കരിക്കാത്തത്, അല്ലെങ്കിൽ പണമില്ലാത്ത കാരണം കൊണ്ടാണ് ദാനം ചെയ്യാൻ കഴിയാത്തത് എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കുക. എന്താണ് മാറിയത്? അള്ളാഹു മാറിയിട്ടില്ല, ഖുർആൻ മാറിയിട്ടില്ല, പള്ളി മാറിയിട്ടില്ല. പിന്നെ മാറിയത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയമാണ് മാറിയത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമ്മൾക്ക് നഷ്ടപ്പെട്ടതാണ്, തടയപ്പെട്ടതാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും ആളുകളോട് പറയുകയും നമ്മളിങ്ങനെ പ്രാർത്ഥന പോലെയൊക്കെ പറയുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. ഇത് പറയുമ്പോൾ എന്താണ് തൗഫീഖ് എന്നതിൻ്റെ വിവക്ഷ എന്ന് വളരെ ഗൗരവമായി നമ്മൾക്ക് ആലോചിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമ്മൾക്ക് തടയപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുവാനും എന്തുകൊണ്ടാണ് എനിക്ക് തടയപ്പെട്ടത് എന്ന് പുനരാലോചിക്കുവാനും എങ്ങനെയാണ് അതിനെ തിരിച്ചു പിടിക്കുക എന്ന് ആത്മാർത്ഥമായി കൊണ്ടൊരു പരീക്ഷ നടത്തുവാനുമാണ് ഇന്നത്തെ ഖുതുബ കൊണ്ട് നമ്മൾക്ക് സാധ്യമാകേണ്ടത്. തൗഫീഖ് എന്ന് പറയുന്നത് അള്ളാഹു ഒരു അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനത്തിന്റെ പേരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും വലിയൊരു ഗുണം ഇഹ്സാനാണ് എന്നതാണ്. ഇന്ന് പറയുന്നത് അള്ളാഹു ഒരു അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനത്തിന്റെ പേരാണ് തൗഫീഖ്. അള്ളാഹു നമ്മുടെ നന്മയിലേക്ക് നയിക്കുന്നത് തൗഫീഖ് ഉണ്ടാകുമ്പോഴാണ്. തിന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് തൗഫീഖാണ്. ഹൃദയത്തെ ആരാധനയിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നതിന്റെ ഘടകം തൗഫീഖാണ്. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ച പോലെ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എന്റെ തൗഫീഖ് അള്ളാഹുവിലൂടെ മാത്രമാണ്. അള്ളാഹു സമ്പത്ത് എല്ലാവർക്കും കൊടുക്കും, ബുദ്ധി പലർക്കും കൊടുക്കും. പക്ഷെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന ഹൃദയം, കരഞ്ഞ് തൗബ ചെയ്യുന്ന കണ്ണുകൾ, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മനസ്സ്, അത് തൗഫീഖ് ലഭിച്ചവരുടെ മാത്രം അടയാളാണ്. അത് തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്തവരുടെ മാത്രം അടയാളാണ്. പള്ളി തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും 5 നേരം പള്ളിയിൽ വരാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ കുറെ ദൂരെയാണ് വീട്, എന്നിട്ടും വളരെ കൃത്യമായിട്ട് പള്ളി എത്തുന്ന മനുഷ്യരുണ്ടാവും. അയാൾക്ക് സമയം കൂടുതലുള്ളതുകൊണ്ടോ അയാൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടോ അയാളെ തിരക്കില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. തൗഫീഖിന്റെ പ്രധാനമാണ് വിഷയം. സന്മാർഗം സ്വീകരിച്ചവർക്ക് അള്ളാഹു കൂടുതൽ മാർഗദർശനം നൽകുന്നതാണ് ഖുർആൻ പഠിപ്പിച്ചത്. നമ്മൾ അള്ളാഹുലേക്ക് ഒരു ചുവട് വെച്ചാൽ അള്ളാഹു നമ്മളെ 10 മടങ്ങ് 10 ചുവട് അള്ളാഹു നമ്മിലേക്ക് തിരിച്ചു നമ്മളെ സഹായിക്കുന്ന ഖുർആൻ പഠിപ്പിച്ച്. അള്ളാഹു മറ്റൊരു ഭാഗത്ത് പറഞ്ഞ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയം, അവർ വഴിതെറ്റിയപ്പോൾ അള്ളാഹു അവരെ ഹൃദയങ്ങളെയും വഴിതെറ്റിച്ചു. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആലോചിക്കേണ്ട ആയത്താണ്. അള്ളാഹു ആദ്യം പ്രയോഗിച്ച വാക്ക് അവർ വഴിതെറ്റി. നമ്മൾ വഴിപിയച്ചതിന് ശേഷം അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും നമ്മൾ ആദ്യമേ വഴിതെറ്റിച്ചിട്ടില്ല. നമ്മൾ സുബഹിക്ക് വരാത്തതിന്റെ കാരണം പടച്ചോനല്ല, നമുക്ക് ദാനം ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം പടച്ചോനല്ല. നമ്മൾ ആദ്യം പടച്ചോനിടന്ന് അകന്നു, നമ്മൾ തിന്മയിലേക്ക് ചാടി. അതോടുകൂടി അള്ളാഹു നമ്മളെ ഉപേക്ഷിച്ചു. അവന്റെ വഴിക്ക് പോകട്ടെ എന്ന് അള്ളാഹു പറഞ്ഞു. മനുഷ്യനാണ് തുടക്കം കുറിച്ച, പടച്ചോനല്ല. തൗഫീഖ് നഷ്ടപ്പെടാനുള്ള 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ കാരണം രഹസ്യമായ പാപങ്ങളാണ്. ഒറ്റക്കാകുമ്പോൾ ചെയ്യുന്ന തിന്മകളാണ്. ആളുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ആർക്കും നല്ലോനാകാം.
ആർക്കും ആകാം. പക്ഷെ അള്ളാഹു നമ്മളിങ്ങനെ അള്ളാഹു മാത്രം കാണുന്ന, ജനങ്ങളാരും കാണാത്ത ഒരു ഏകാന്തതയിൽ മൊബൈൽ സ്ക്രീനുകൾക്ക് മുമ്പിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ, നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട് അതിർത്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മൾ രഹസ്യമായ പാപങ്ങളിൽ വീണു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾക്ക് തൗഫീഖ് ഇല്ലാതാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ തൗഫീഖിനെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പണ്ഡിതന്മാർ അത് വിശദീകരിച്ചേ പഠിപ്പിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ കടന്നു വരും. ആ വിഭാഗം മദീനയിൽ നിന്ന് എവിടെ നോക്കിയാലും കാണുന്ന തിഹാമ പർവ്വതം. ആ തിഹാമ പർവ്വതത്തോളം സമാനമായ നന്മകളുടെ ശേഖരങ്ങളുമായിട്ട് അവർ കടന്നു വരും. പക്ഷെ ആ നന്മകളെ മുഴുവനും അള്ളാഹു പൊടികളാക്കി, ധൂളികളാക്കി പറത്തും. സൗബാൻ ചോദിച്ചു, റസൂലെ അവരാരാണ്? ഞങ്ങൾക്ക് അവരെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരണം. കൊടുക്കുന്ന മറുപടി, അവർ നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളുടെ സഹോദരന്മാരാണ് അവർ. നിങ്ങൾ നമസ്കരിക്കുന്ന പോലെ, യുസല്ലൂന കമാ തുസല്ലു, നിങ്ങൾ നമസ്കരിക്കുന്ന പോലെ നമസ്കരിക്കും. വയതസദ്ദഖൂന കമാ തതസദ്ദഖൂ, നിങ്ങൾ ദാനം ചെയ്യുന്ന പോലെ ദാനം ചെയ്യും. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ നിന്ന് അല്പം എടുത്ത് തഹജ്ജുദ് നിസ്കരിക്കണ പോലെ നമസ്കാരം ഉണ്ട് അവർക്ക്. പിന്നെ എന്താ കുഴപ്പം? വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖുഹ, അവർ ഒറ്റക്കാകുമ്പോൾ, ഏകാന്തതയിലേക്കാകുമ്പോൾ അള്ളാഹു വിരോധിച്ച പ്രവർത്തനങ്ങളിലേക്ക്, തിന്മയിലേക്ക് അവർ എടുത്തു ചാടും. ജനങ്ങൾക്ക് മുമ്പിൽ നല്ല മനുഷ്യന്മാരാകാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ മുറി അടക്കുമ്പോൾ, ഫോണ് കയ്യിൽ വരുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ പരീക്ഷ എന്ന ബോധ്യം ഉണ്ടാകണം. ഒരു പാപം ആദ്യമായി ചെയ്യുമ്പോഴേ മനസ്സ് വിറക്കുള്ളൂ. രണ്ടാമത് പിന്നെയും ചെയ്യുമ്പോൾ വിറ കുറയും. പിന്നീട് അതൊരു സാധാരണമായ കാര്യവും, പിന്നെ അത് ജീവിതമാകും. അത് ജീവിതത്തിന്റെ ഭാഗവും. അത് ജീവിതത്തിന്റെ ഭാഗമാകുന്നതോടുകൂടി നമ്മൾക്ക് നമസ്കാരം ഭാരാകും. അതോടുകൂടി ഖുർആൻ നമ്മൾക്ക് വിരസമാകും, വെറുപ്പാകും, നമുക്ക് അലോസരം സൃഷ്ടിക്കുന്ന ഒന്നാകും. നമ്മൾക്ക് പള്ളി ദൂരെയാകും. അതാണ് തൗഫീഖ് നഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഗൗരവപ്പെട്ട ഭാഗം. റസൂലുള്ളാഹി പഠിപ്പിക്കുക, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ, ഒരു അടിമ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, നുകിത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വന്നു ചേരും. അവൻ തൗബ ചെയ്യുന്നതോടുകൂടി ഒന്ന് മാഞ്ഞു പോകും. പക്ഷേ അവൻ വീണ്ടും 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 ആ പാപം ചെയ്യുന്നതോടുകൂടി ആ ഹൃദയം കറുത്തു കരിക്കട്ട പോലെയായിത്തീരുന്നു. അവരെ പ്രവർത്തനങ്ങളാണ് അവരെ ഹൃദയത്തെ മൂടിക്കളഞ്ഞത്. അസ്ൽ ബസ്രി റഹിമത്തുള്ളാഹിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചോദിച്ചു, ഇമാം, ഞാൻ രാത്രി നേരത്തെ ഉറങ്ങും, ഞാൻ തഹജ്ജുദ് എഴുന്നേൽക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നടത്തും, ഞാൻ വുളു എടുക്കാനുള്ള വെള്ളം പോലും തയ്യാറാക്കി വെക്കും, പക്ഷെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നേ ഇല്ല. അതേ കൊടുക്കുന്ന മറുപടി, ഖയ്യദത്ക ദുനൂബുക്, നിന്റെ പാപങ്ങളാണ് നിന്നെ ചങ്ങലക്കിട്ടുന്ന. നിന്റെ പാപങ്ങളാണ്, അലാറം തോറ്റതല്ല, നിന്റെ പാപം അതിന്റെ മേൽ അതിജയിച്ചതാണ് നിന്റെ പ്രശ്നം എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്ന ഒരു വിശദീകരണമുണ്ടാവും, തൗഫീഖു അല്ലാ യകിലക അല്ലാഹു ഇലാ നഫ്സിക തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അള്ളാഹു നിന്റെ നെഫ്സിനെ വിട്ടുകൊടുക്കാതിരിക്കുന്നതിനാണ് യഥാർത്ഥമായ തൗഫീഖ് എന്ന് പറയാം. നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, നമ്മുടെ പ്രശ്നം എന്താണെന്ന് ശരിക്കാലോചിച്ചാൽ നേരം വൈകി കിടന്നത് ആകൂല പ്രശ്നം. നമ്മൾ ഏതൊക്കെയോ തിന്മയിലൂടെ മതിമറന്നു പോകുന്നു എന്നുള്ളത് മാത്രമാകും പ്രശ്നം. അത് മാത്രമാകും. വളരെ ഗൗരവമായി നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. തൗഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ നമ്മുടെ നെഫ്സിന് ഇട്ട് കൊടുക്കാത്തതിന്റെ പേരാ. എന്ന് പറഞ്ഞാൽ ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസു, നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത, മനസ്സ് തിന്മയിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. നമ്മൾ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ വളരെ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ലഹു, അല്ലാഹുവേ എൻ്റെ എല്ലാ കാര്യങ്ങളെയും നന്നാക്കി തരണം. വലാ തകിൽ ഞാൻ കണ്ണിമ വെട്ടുന്ന, ഒന്ന് കണ്ണു ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും എന്നെ എൻ്റെ നെഫ്സിന് ഇട്ട് കൊടുക്കരുതേ പടച്ചോനെ. ഇത് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഗൗരവമായി ആലോചിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ തൗഫീഖ് നഷ്ടപ്പെടുക എന്നതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മോട് പറയണ പോലെയാണ്. എന്ത്? നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. ഇതാണ് തൗഫീഖ് ഇല്ലാത്തതിനാൽ നമ്മൾക്ക് തോന്നിയതുപോലെ ജീവിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തൗഫീഖ് തടയുന്ന ഒരു പ്രധാന ഘടകം രഹസ്യമായ നമ്മുടെ പാപങ്ങളാണ്. രണ്ടാമത്തെ അടയാളം പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹറാമായ സമ്പാദ്യവും ഭക്ഷണവും നമ്മൾ സ്വീകരിക്കലാണ്. എത്രയോ മനുഷ്യർ ഇന്നും പലിശയിലാണ്. നിസ്സാരമായ കാരണങ്ങൾക്ക് മുഴുവൻ പലിശ, വീട് വെക്കാൻ പലിശ, കാറ് വാങ്ങാൻ പലിശ, മൊബൈൽ വാങ്ങാൻ പലിശ,
അതിനാവശ്യമായി ജീവിതത്തിന്റെ എല്ലാ ഭാഗവും EMI-ലും ക്രെഡിറ്റ് കാർഡിലും ഒക്കെയായി ജീവിതത്തെ ബന്ധിപ്പിച്ച മനുഷ്യർ, കൈക്കൂലി വാങ്ങുന്ന മനുഷ്യർ, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന മനുഷ്യർ, നമ്മുടെ വയറ്റിലേക്ക് എത്തുന്ന ഒരു തുള്ളി ഹറാമായ ഭക്ഷണം മതി നമ്മുടെ ആരാധനകളുടെ മുഴുവൻ ചൈതന്യത്തെയും ഇല്ലാതാക്കാൻ എന്ന ഗൗരവമായ ചിന്തയുണ്ടാകണം. ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന്റെ ശരീരം അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ മടിക്കും, അവന് താല്പര്യം ഉണ്ടാവില്ല, അവന്റെ പ്രാർത്ഥന പോലും പടച്ചോൻ സ്വീകരിക്കൂല. ഒരു ഹറാമായ രൂപ, ഒരൊറ്റ രൂപയുടെ നാണയം നമ്മുടെ പോക്കറ്റിലുണ്ടായാൽ മതി നമ്മുടെ കുടുംബത്തിന്റെ ബർക്കത്ത് ഇല്ലാതാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു പരിശുദ്ധനാണ്, പരിശുദ്ധതയില്ലാതെ അവൻ സ്വീകരിക്കുകയുമില്ല. ഒരു മനുഷ്യന്റെ കഥ പറയുന്നിട്ട്, ദീർഘമായ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ, നീണ്ട മരുഭൂമിയുടെ യാത്ര, അവന്റെ മുടികൾ ജട പിടിച്ചിട്ടുണ്ട്, ശരീരമാകെയും പൊടി പിടിച്ച അവസ്ഥയിലാണ്. അവൻ അള്ളാഹുവിനോട് അവൻ ആകാശത്തെ കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി പറയാ, അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ പോകുന്നില്ല. സ്വഹാബാക്കൾ അത്ഭുതം കുറിച്ച് ചോദിക്കുക, റസൂലേ, യാത്രികന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു പ്രാർത്ഥനക്ക് മറയില്ല എന്നല്ലേ? എന്തുകൊണ്ടാണ് മുടി ജട പിടിച്ചിട്ടും ശരീരം പൊടി പിടിച്ചിട്ടും അത്രമേൽ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് തന്റെ യാത്രയിൽ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥന എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പ്രവാചകൻ കൊടുക്കുന്ന മറുപടി, വമത്അമു ഹറാം, അവൻ കഴിച്ച ഭക്ഷണം ഹറാം, വമശ്റബു ഹറാം, അവൻ കുടിച്ച പാനീയം ഹറാം, വമൽബസു ഹറാം, അവന്റെ വസ്ത്രം ഹറാം, വഉദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ മുങ്ങി കുളിച്ച മനുഷ്യൻ, ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനക്ക് സ്വീകാര്യത കിട്ടുക എന്നാണ്, അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് റസൂൽ ചോദിക്കുന്ന ചോദ്യം. നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ, നമ്മുടെ വീടിന്റെ ഒരു കല്ലിന്മ പോലും ഹറാമായി ആളെ പറ്റിച്ചുണ്ടാക്കിയ പണമുണ്ടെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നത് മുതലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുക. ഹറാമ് നമ്മുടെ വയറ്റിൽ കയറുമ്പോൾ തൗഫീഖ് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിപ്പോകുമെന്ന ചിന്ത ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. മൂന്നാമത്തെ തൗഫീഖ് തടയുന്ന കാരണം മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കലാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മക്കൾ, ആ മക്കളുടെ വർത്തമാനങ്ങൾ കാരണം ഉമ്മ നിശബ്ദമായി കരഞ്ഞിട്ടുണ്ടാകും, ബാപ്പ നിശബ്ദമായി നാണം കെട്ടുപോയിട്ടുണ്ടാകും. ഉമ്മാന്റെ മുഖത്ത് നോക്കി ഇജെന്ന് പറയാനും തള്ളയെന്ന് വിളിക്കാനും ഇജന്റെ കാര്യം നോക്കിക്കൊന്ന് പറയാനൊക്കെ വിമുഖത കാണിക്കുന്ന, അതിനൊക്കെ മനസ്സ് കാണിക്കുന്ന മക്കളുണ്ടല്ലോ. യാതൊരു സങ്കോചിത മനസ്സുമില്ലാതെ വളരെ താല്പര്യത്തോടുകൂടി മാതാപിതാക്കളെ ചവിട്ടിത്താഴ്ത്തുന്ന മക്കളുണ്ടല്ലോ. ബാപ്പ വിഷമിച്ചാൽ, ഉമ്മ കരഞ്ഞാൽ അത് മതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളുടെയും കാരണമായിക്കൊണ്ട് അവരെ മറന്നോളും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് ഒന്നിനെ കുറിച്ചും മറന്നു പോകുന്നില്ല എന്ന ബോധ്യമുണ്ടാകണം. വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനുള്ള അവകാശത്തിന്റെ കൂടെ അല്ല വെച്ച വർത്തമാനമാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം. അവർ നമ്മളെപ്പോലെ 20കളിലല്ല, അവർ നമ്മളെപ്പോലെ 30കളിലല്ല, 40കളും 50കളും 60കളും പിന്നിട്ട മനുഷ്യർ. റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 ഇല 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഉമ്മത്തിന്റെ പ്രായം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അവർ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. എല്ലാ മക്കളും മാതാപിതാക്കൾക്ക് ശേഷമാണ് മരിക്കുക എന്നൊന്നുമല്ല. മരണത്തിന് പ്രത്യേകിച്ച് അങ്ങനെ കലണ്ടറും വയസ്സും പ്രായവും ഒന്നുമില്ല. എത്രയോ മാതാപിതാക്കൾ മക്കളുടെ മയ്യത്തുകൾ ഖബറിലേക്ക് ഇറക്കി വെച്ചവരുണ്ട്. പക്ഷെ ഒരു യാഥാർത്ഥ്യം ആലോചിക്കണം, അവരെ നടത്തങ്ങൾ പതുക്കെയാകാൻ തുടങ്ങിയിട്ടുണ്ട്, അവരെ ഓർമ്മകൾക്ക് ഭാരം കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, അവരെ കാത്തിരിപ്പുകൾക്ക് നീളം കൂടുവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരക്കിലാകുമ്പോൾ അവർ നമ്മളെ തിരക്കി വരുന്നുണ്ട്. അവർ കാത്തിരിക്കുന്നത് നമ്മുടെ ചില ഫോൺ കോളുകളാണ്. നമ്മളെ മീറ്റിങ്ങിലും ജോലിയിലും ഒഴുകുമ്പോൾ അവർ ചോദിക്കുന്നത് ഒരല്പസമയം ഞങ്ങളുടെ കൂടെ ഇരിക്കാനുണ്ടോ എന്നാണ്. തിരക്കാണ്, സമയമില്ല എന്ന മറുപടികൾക്ക് അവർ ചിലപ്പോൾ സങ്കടത്തോടു കൂടി സാരല്ല എന്ന് പറയുമ്പോഴും ആ സങ്കടത്തിൽ അവരെ ചേർത്തു പിടിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മക്കളായ നമ്മൾക്കുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. അവരെ വാർദ്ധക്യത്തിൽ കൈപിടിക്കേണ്ടത് നമ്മുടെ അവസരമായി കാണണം. അവരോട് മൃദുവായി സംസാരിക്കുന്ന മക്കളാകണം. അവർ പറയുന്ന വാക്കുകളെ ചെവി കൊണ്ട് കേൾക്കുന്നതിന് പകരം ഹൃദയം കൊണ്ട് കേൾക്കുന്ന മക്കളായിക്കൊണ്ട് ആത്മാർത്ഥമായി മാറുവാനും പറ്റണം. ഒരു ദിവസം നമ്മുടെ മൊബൈലുകളിലേക്ക് അവരെ ഫോൺ കോളുകൾ വരാൻ നമ്മൾ കൊതിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾക്ക് സംജാതമാകും. ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം വേണോ എന്ന ചോദ്യങ്ങൾ അത് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം നഷ്ടപ്പെടാൻ പോകുന്ന, ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളായി മാറുന്ന ഓർമ്മകളിലേക്ക് അത് മാറും. അവർ ഇരുന്നിരുന്ന കസേരകൾ ഒഴിഞ്ഞു കിടക്കും, അവരെ മുറികൾ നിശബ്ദമാകും. അത്
ആ സമയം നമ്മുടെ സമ്പത്തുകൾ കൊണ്ട്, നമ്മുടെ പദവി കൊണ്ട്, നമ്മുടെ അധികാരങ്ങൾ കൊണ്ട്, നമ്മുടെ തിരക്കുകൾ കൊണ്ട്, നമ്മുടെ അഹങ്കാരങ്ങൾ കൊണ്ട് അവരെ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് വാപ്പയും ഉമ്മയും ഒരേ കാര്യം ഒരേ വട്ടം പലവട്ടം ചോദിച്ചാലും അസ്വസ്ഥനാകുന്ന മനുഷ്യനാകരുത്. അവർ നമ്മുടെ കൂടെ നടന്നു വരുമ്പോൾ അവരെ നടത്തം പതുക്കെയാകുമ്പോൾ ക്ഷമ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനാകരുത്. ഒരൽപ്പം സംസാരിക്കാനുണ്ടോ എന്ന സമയം ചോദിക്കുമ്പോൾ നമ്മൾ ക്ലോക്കിലും വാച്ച് നോക്കി പിന്നെയാകാം എന്ന് പറയുന്ന മക്കളാകരുത്. നാളെ നമ്മൾക്ക് സമയമുണ്ടാകും, പക്ഷേ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണമെന്നില്ല. നാലാമതായി നമ്മുടെ ജീവിതത്തിൽ തൗഫീഖിനെ തടയുന്ന ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിലുള്ള സന്ദർഭങ്ങളെ, നന്മയുടെ അവസരങ്ങളെ നമ്മൾ നിസ്സാരമാക്കുക എന്നുള്ളതാണ്. നന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും നാളെയാകട്ടെ, പിന്നെ ചെയ്യാം, അടുത്ത ആഴ്ച കൊടുക്കാം, പിന്നെ ചെയ്യാം എന്നു പറഞ്ഞ് തട്ടിക്കളഞ്ഞാൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കുറെ വാതിലുകൾ നമ്മൾ തന്നെ അടച്ചു കളയുന്ന അവസ്ഥയിലേക്കാണ് മാറുക എന്ന ബോധ്യമുണ്ടാകണം. മാറാമെന്നും തൗബ ചെയ്യാമെന്നും നമസ്കാരം ആരംഭിക്കാമെന്നൊക്കെ നമ്മൾ പറയും. അത് അടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത മാസമാകട്ടെ, ഹജ്ജിന് ശേഷമാകട്ടെ, റിട്ടയർമെന്റിന് ശേഷമാകട്ടെ എന്നൊക്കെ പറയുന്ന നാളുകൾ, ഈ നീട്ടിവെക്കുന്ന പ്രവണതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ തൗഫീഖിനെ നമ്മൾക്കില്ലാതെയാക്കും. തിരിച്ചു പിടിക്കാൻ കഴിയണം നമ്മൾക്കതിനെ. തടയപ്പെട്ടു പോയി എന്ന് മനസ്സാലോചിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സങ്കടമോ വിഷമോ ദുഃഖമോ നമ്മളെ പിടികൂടേണ്ടതില്ല. ഇസ്ലാം വളരെ മനോഹരമായി പരിഹാരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ തീരുമാനം മതി, ഒരാത്മാർത്ഥമായ കണ്ണുനീര് മതി, ഒരാത്മാർത്ഥമായ സുജൂദ് മതി, ഒരു തൗബ മതി. കാരണം അള്ളാഹു പറയുന്നത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ കാര്യത്തിൽ സമരം നടത്തുന്നവരാകട്ടെ, അവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുക തന്നെ ചെയ്യും. നമ്മൾ മാറാൻ തയ്യാറായാൽ, നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ചു നടക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മളെ ചേർത്തു പിടിക്കാൻ ഒരുക്കമാണ് എന്നാണ് പഠിപ്പിച്ചത്. ആത്മാർത്ഥമായ തൗബ കൊണ്ട് രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റൊന്ന് കരഞ്ഞു തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മതി. ഖുർആനികമായ പ്രാർത്ഥനകൾ പതിവാക്കുക. ശുഐബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പോലെ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. എൻ്റെ തൗഫീഖ് അല്ലാഹു മുഖേന മാത്രമാണ്. അവൻ്റെ മേൽ ഞാൻ ബരമേൽപ്പിക്കുന്നു, ഞാൻ അവങ്കലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു. ഇത് ജീവിതത്തിൽ സൂറത്തുൽ ഹൂദിന്റെ 88ാമത്തെ സൂക്തമാണ്. ആത്മാർത്ഥമായി ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കാൻ കഴിയണം. നമ്മുടെ നാവിനെയും നമ്മുടെ കണ്ണിനെയും നിയന്ത്രിക്കാൻ പഠിക്കുന്ന മനുഷ്യരാകണം. പ്രിയപ്പെട്ടവരെ, തൗഫീഖ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പണമുണ്ടാകലല്ല, സ്ഥാനമാനങ്ങൾ ഉണ്ടാകലല്ല, ബിരുദമുണ്ടാകലല്ല. തൗഫീഖ് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതാണ് തൗഫീഖ്. വാപ്പാന്റെയും ഉമ്മാന്റെയും കൈകൾ ചേർത്തുപിടി ചുംബിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് തൗഫീഖ്. ഹറാമെന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്ന മനസ്സിന്റെ പേരാണ് തൗഫീഖ്. ഖുർആൻ കയ്യിലുണ്ടായിട്ടും എടുത്തൊന്ന് ഓതാൻ മൊബൈൽ ആപ്പിലുണ്ടായിട്ടും അതെടുത്ത് പാരായണം ചെയ്യാൻ തോന്നുന്ന മനസ്സിന്റെ പേരാണ് തൗഫീഖ്. അതുകൊണ്ട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ സാധ്യമാകുന്നതിന്റെ പേരാണ് തൗഫീഖ്. അതുകൊണ്ട് എല്ലാ ദിവസവും റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം, അലാ ദിക്രിക്, നിന്നെ ഓർക്കാൻ, വശുക്രിക്, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക്, ഏറ്റവും മനോഹരമായി നിന്നെ ആരാധിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരു സുജൂദ് പോലും നിർവഹിക്കുവാൻ നമ്മൾക്ക് സാധ്യമാവുകയില്ല. ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. തടയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ട ശ്രദ്ധയും ആത്മാർത്ഥമായ പ്രവർത്തനവും നമ്മിൽ ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു മനുഷ്യനെ കുറിച്ച് സങ്കല്പിക്കുക. അയാൾ നമസ്കരിക്കുന്നില്ല, ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, അയാൾ ഉടനീളം പാപങ്ങളിൽ മുങ്ങിക്കുളി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അയാളുടെ ബിസിനസ് വളരുന്നുണ്ട്, അയാളുടെ വീട് വലുതാകുന്നുണ്ട്, അയാളുടെ കാറുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അയാളുടെ വിദേശ യാത്രകളൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അയാൾ വിചാരിക്കാടെ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ചോദ്യം, എല്ലാ വർധനവുകളും അനുഗ്രഹമാണോ എന്നാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിജയങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളമാണോ എന്നാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ല എന്നാണ്. അല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തരികയാണ്. ഉഖ്ബത്ത് ഇബ്നു ആമിർ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂൽ പറയുകയാണ്, ഇദാ റഅയ്ത, നീ കണ്ടാൽ, അല്ലാഹു യുഅതിയൽ അബ്ദ മിനദ് ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബു, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തിന്മകളിൽ മതിമറക്കുന്ന ഒരു മനുഷ്യൻ,
അയാൾക്ക് അള്ളാഹു ദുനിയാവ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് നീ കണ്ടാൽ നീ മനസ്സിലാക്കണം, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജാണ് എന്ന് നീ മനസ്സിലാക്കണം, അത് അനുഗ്രഹമല്ല. എന്നിട്ട് ശേഷം റസൂൽ നേരെ പാരായണം ചെയ്യ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 44-ാമത്തെ സൂക്തം, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അവർക്ക് നൽകിയ ഉപദേശം അവരെ മറന്നപ്പോ എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ നാം അവർക്കായി തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ അവർക്ക് ലഭിച്ചതിൽ അവർ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കെ അഖദ്നാഹും ബഅതൻ ഫൈദാഹും മുബ്ലിസൂൻ, പെട്ടെന്ന് നാം അവരെ പിടികൂടി, അപ്പോൾ അവർ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരായി. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇസ്തിദ്റാജ് എന്താന്നുള്ളതാണ്. ഭാഷാർത്ഥം പറയുകയാണെങ്കിൽ പടിപടിയായിക്കൊണ്ട് ഒരാളെ പിടിക്കുക എന്നാണ് പറയുക. ഒരു കുറ്റവാളിയെ ഉടനെ പിടിക്കാതെ അവൻ കൂടുതൽ അതിലേക്ക് ആഴത്തിൽ അതിൻ്റെ അകത്ത് കയറട്ടെ, അവൻ കൂടുതൽ ആത്മവിശ്വാസം നേരട്ടെ, അവസാനം ഒരൊറ്റ പിടുത്തം, അതിൻ്റെ പേരാണ് ഇസ്തിദ്റാജ്. അള്ളാഹു ചിലപ്പോൾ പാപിക്ക് തെറ്റു ചെയ്യുന്ന മനുഷ്യന് സമ്പത്ത് കൊടുക്കും, ആരോഗ്യം കൊടുക്കും, പ്രശസ്തി കൊടുക്കും. അവൻ വിചാരിക്കും ഞാൻ സുരക്ഷിതനായ, സേഫാണ്. പക്ഷെ അവൻ മനസ്സിലാക്കുന്നേ ഇല്ല അത് അള്ളാഹുവിന്റെ തൃപ്തിയല്ല എന്നും അള്ളാഹുവിന്റെ മുഹല്ലത്താണ് എന്ന് പറഞ്ഞാൽ അവധി മാത്രം. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. നമ്മുടെയൊക്കെ കാറുകളുടെയൊക്കെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്കറായി പതിപ്പിക്കുന്ന ഒരു ആയത്തുണ്ടല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും വഇദഅദ്ദന റബ്ബുക്കും, നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു, ലഇൻ ശകർതും നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും നാം നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. ഈ ആയത്തിൽ കുറച്ച് ആഴത്തിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റണം. നമ്മൾ ഗൗരവമായി ചിന്തിക്കാം. ഈ ആയത്ത് വളരെ മനോഹരമായി നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരി, നമ്മളിൽ ശുക്ർ വർദ്ധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ വീട് വലുതാകുന്നു, പക്ഷേ സുജൂദ് വലുതാകുന്നുണ്ടോ, കൂടുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നു, പക്ഷേ സ്വതക്ക വർദ്ധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മളെ ഫോണുകൾ ഇങ്ങനെ പുതിയത് വാങ്ങുന്നു, പക്ഷെ ഖുർആൻ തുറക്കുന്നതിന്റെ എണ്ണം എത്രയാണ് എന്ന് ആത്മപരിശോധന നടത്തുക. ഇത് പറയുന്നത് അള്ളാഹു അധികരിപ്പിച്ചു തരും എപ്പോ നമ്മൾ നന്ദി കാണിക്കുന്ന പക്ഷം. പക്ഷെ നമ്മൾ നന്ദി കാണിക്കുന്നില്ല, അതേ സമയം നമ്മൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത് അത് അനുഗ്രഹമല്ല, അത് ഇസ്തിദ്റാജാണ് എന്ന തിരിച്ചറിവ് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുന്നില്ല എങ്കിൽ അത് യഥാർത്ഥമായ അനുഗ്രഹമല്ല. ഇന്ന് പല മനുഷ്യന്മാരും പറയും അള്ളാഹു എനിക്ക് എല്ലാം തന്നല്ലോ. അതെ, പക്ഷെ നമ്മൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകിയോ എന്ന് ആലോചിക്കണ്ടേ? വീടുണ്ട്, വലിയ കാറുണ്ട്, വാഹനമുണ്ട്, കയ്യിൽ പൈസ ഉണ്ട്, ഒക്കെ ഉണ്ട്. ശരി, നമ്മൾ സുബഹിക്ക് എണീക്കണ്ടോ? പള്ളിക്ക് വരാൻ കഴിയണ്ടോ? ഹറാം ഉപേക്ഷിക്കാൻ കഴിയണ്ടോ? നമ്മുടെ ഉമ്മാന്റെ മനസ്സ്, വാപ്പാന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ കഴിയണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന അള്ളാഹു നമ്മുടെ ഏറ്റവും അടുത്തു എന്നതിന് തെളിവായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന മനസ്സുണ്ടാകണം. എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോകുമ്പോൾ അറിയാതെ സംഭവിച്ചു പോയി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന മനസ്സുണ്ടാകണം. എനിക്ക് ദുനിയാവ് മാത്രമാണോ വർദ്ധിക്കുന്നത്, അത് അതിൻ്റെ കൂടെ അള്ളാഹുമായുള്ള ബന്ധം എനിക്ക് വർദ്ധിക്കുന്നുണ്ടോ എന്ന് വീണ്ടും 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 ആലോചിക്കണം. ഞാൻ പറയുന്നത് അനുഗ്രഹങ്ങളുടെ മഴയിൽ നമ്മൾ ഇങ്ങനെ കുതിരുമ്പോൾ സ്വയം ചോദിക്കണം, നന്ദിയുള്ളവരാണോ? ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ ഇത് അനുഗ്രഹമല്ല, ഇത് അനുഗ്രഹമല്ല, ഇത് അനുഗ്രഹമല്ല, പടച്ച റബ്ബിന്റെ ശിക്ഷയാണ് എന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഭിച്ച ഓരോന്ന് നന്ദി കാണിക്കുമ്പോഴാണ്, ആത്മാർത്ഥമായി പടച്ച റബ്ബ് നമ്മൾക്ക് നൽകിയ ജീവിതം കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന മനസ്സുണ്ടാകുമ്പോഴാണ്, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാകുമ്പോഴാണ്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മനുഷ്യരാകുമ്പോഴാണ്, ഹറാമ് കഴിക്കാത്ത, ഹറാമ് സമ്പാദിക്കാത്ത മനുഷ്യനാകുമ്പോഴാണ്, നന്മകളെ നീട്ടിവെക്കാത്ത മനുഷ്യരാകുമ്പോഴാണ് നമ്മൾക്ക് തൗഫീഖ് ഉണ്ടാവുക. ആ തൗഫീഖാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നാണ് വീണ്ടും 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 ആലോചിക്കേണ്ടത്. വീണ്ടും പാപങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുവെങ്കിൽ തൗഫീഖ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉത്തരം. ആ ഉത്തരങ്ങൾക്ക് ആത്മാർത്ഥമായി കൊണ്ട് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ നമ്മൾ വിജയിക്കുമല്ല എങ്കിൽ അള്ളാഹു നമ്മൾ ഒരു പിടുത്തം പിടിക്കുമെന്ന ബോധ്യമുണ്ടാകണം. അർഹമുറാഹിമീനായ നാഥൻ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനും അത് യഥാവിധി പ്രകാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾക്ക് തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.